നമസ്കാരം. ഈ യുദ്ധം ആരംഭിച്ചതും നയിക്കുന്നതും അമേരിക്കയാണ്. അമേരിക്കയ്ക്കൊപ്പം ചേർന്ന് നിൽക്കുന്നു ഇസ്രായേൽ. വാസ്തവത്തിൽ ഇസ്രായേലിന് വേണ്ടിയുള്ള യുദ്ധമാണ്. എന്നാൽ ഈ യുദ്ധത്തിന് ഒരു നഷ്ടവും വരാത്ത രാജ്യവും അമേരിക്കയാണ്. ഇറാൻ എന്ന രാജ്യത്തിന് അമേരിക്കയിലേക്ക് മിസൈൽ അയക്കാനുള്ള ശേഷിയില്ല. അത്രയധികം ദൂരെയാണ് ഇറാനിൽ നിന്നും അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ ജീവിതം സാധാരണഗതിയിൽ മുമ്പോട്ട് പോകുന്നു. ആകെ അമേരിക്കക്കാർ അനുഭവിക്കുന്ന യാതന ദുബായ് അടക്കമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എത്തിയിരിക്കുന്നവർക്ക് നെട്ടോട്ടം ഓടേണ്ടി വരുന്നു എന്നതാണ്. ഇന്നലെ ദുബായിലെ 2 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ആക്രമിക്കപ്പെട്ടു. അവിടെ നിന്നൊക്കെ പ്രാണനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടിയവരിൽ അനേകം അമേരിക്കൻ ടൂറിസ്റ്റുകളുമുണ്ട്. പക്ഷെ മറ്റൊരു സാധ്യത, യുദ്ധം നീളുമ്പോൾ അമേരിക്കൻ സൈനികർക്കും അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്കുമൊക്കെ തിരിച്ചടി ഉണ്ടാവുമെന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഇസ്രായേലാണ്. ഇസ്രായേലിലേക്ക് തുരുതുര മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട്. ആ ഡ്രോണുകളും മിസൈലുകളും എല്ലാം തകർക്കുന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നാൽ അത് എത്രമാത്രം ശരിയാണ്, ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നിശ്ചയമൊന്നും ആർക്കുമില്ല. കാരണം ഒരു തരത്തിലുള്ള വാർത്തകളും പുറത്തുവിടരുത്, സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലുള്ള അഭിപ്രായവും പറയരുത് എന്ന് ഇസ്രായേൽ പൗരന്മാർക്ക് മാത്രമല്ല ഇസ്രായേലിൽ താമസിക്കുന്ന സകലർക്കും നിർദ്ദേശം പോയിട്ടുണ്ട്. അവിടെയുള്ള മലയാളികൾ പറയുന്നത് ആശങ്കയിലാണ്. ഒന്നിനെക്കുറിച്ചും കൃത്യമായ ധാരണയില്ല. അലേർട്ടുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു. ബങ്കറുകളിൽ തന്നെയാണ് താമസമെന്നാണ്. എന്തായാലും ഇസ്രായേൽ താരതമ്യേന സുരക്ഷിതമാണ്. അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം അടക്കമുള്ളവയ്ക്ക് വലിയ പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ ദുരിതം അനുഭവിക്കുന്നത് നിരപരാധികളായ അയൽ രാജ്യങ്ങളാണ്. UAEയും ബഹ്റൈനും ഖത്തറും കുവൈറ്റും എന്തിനേറെ സൗദി അറേബ്യ പോലും സമാധാനപ്രിയരാണ്. അവർക്ക് യുദ്ധം ചെയ്യാനോ ആ യുദ്ധത്തിൻ്റെ പേരിൽ അവരുടെ വിപണി തകർക്കാനോ താല്പര്യമില്ല. ഇസ്രായേലിനോട് അവർക്ക് വിരോധമില്ല. ഇറാനോടും അവർക്ക് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിലും ഇറാൻ്റെ കാര്യം നോക്കി ജീവിക്കട്ടെ എന്ന നിലപാടാണ്. എന്നാൽ അവർ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. അമേരിക്ക ആഗ്രഹിച്ചതുപോലെ തന്നെ ഇറാൻ ഈ രാജ്യങ്ങളിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഇറാനെ പ്രതിരോധിക്കേണ്ട സാഹചര്യമുണ്ടായി, അമേരിക്കയെ പിന്തുണയ്ക്കേണ്ട സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് സൗദിയിലെ റിയാദിലേക്കും ജോർദാനിലേക്കും പോലും ഇറാൻ്റെ മിസൈലുകൾ പതിച്ചിരിക്കുന്നു എന്നാണ് വിവരം. എന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് ഇറങ്ങി നിൽക്കുന്നു. ഈ രാജ്യങ്ങളുടെ മുമ്പിൽ 2 ചിന്തകളില്ല, വിട്ടുനിൽക്കാൻ സാധിക്കില്ല. ഇന്ത്യക്ക് പോലും കക്ഷി ചേരാതെ മാറി നിൽക്കാം. ബ്രിട്ടൻ പോലും അമേരിക്കയെ പിന്തുണയ്ക്കാതെ പ്രതിരോധിച്ചും പ്രതിഷേധിച്ചും മാറി നിൽക്കുന്നു. എന്നാൽ അറബ് രാജ്യങ്ങൾക്ക് അത് സാധ്യമല്ല. കാരണം അമേരിക്കയോടും ഇസ്രായേലിനോടുമുള്ള പക നേരിട്ട് വീട്ടാൻ കഴിയാത്തതുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നത് അയൽ രാജ്യങ്ങളെയാണ്. ഞാൻ ഇന്നലെ മുതൽ ഇന്ന് വരെ ഖത്തറും സൗദിയും UAEയും കുവൈറ്റും ബഹ്റൈനും അടക്കം അറബ് രാജ്യങ്ങളിലെ മലയാളികളുമായി സംസാരിക്കുന്നു. അവരുടെയൊക്കെ ആശങ്കയും ഭയവും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അവർക്കൊക്കെ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ നേരിടേണ്ടതെന്ന് അറിയില്ല. ഇവരിൽ അനേകം പേർ നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തിരുന്നവരാണ്. അവരുടെയൊക്കെ യാത്ര മുടങ്ങി. വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. അവർക്കൊക്കെ അറിയാവുന്ന ഒരേ ഒരു കാര്യം വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു എന്നതാണ്. വലിയ പുകച്ചുരുളുകൾ ഉയർന്നു വരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല. ഈ രാജ്യങ്ങളിലൊന്നും മാധ്യമങ്ങൾ കൃത്യമായ റിപ്പോർട്ടിംഗ് നടത്തുന്നില്ല. ഇറാനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാനും വഴിയില്ല. അയൽ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാനും വഴിയില്ല. ആകപ്പാടെ അറിയാൻ പറ്റുന്നത് ചില വീഡിയോ ശകലങ്ങൾ പുറത്തു വരുമ്പോഴാണ്. ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും ഒരിടത്തുമില്ല. ഈ വീഡിയോ ശകലങ്ങളിൽ ആകാശത്തു കൂടി യുദ്ധവിമാനങ്ങൾ പായുന്നതും മിസൈലുകൾ പോകുന്നതും അവ കൂട്ടിയിടിക്കുന്നതും പൊട്ടുന്നതും അവയെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കുന്നതുമൊക്കെയായ ദൃശ്യങ്ങൾ, വലിയ പുകച്ചുരുളുകളുടെ ദൃശ്യങ്ങൾ, ഇതൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. മലയാളികൾ മുഴുവൻ ആശങ്കപ്പെട്ടിരിക്കുന്നു. അവരുടെ യാത്ര മുടങ്ങുന്നു എന്നതല്ല, എന്തായിരിക്കും ഇനി അവരുടെ അവസ്ഥ, എത്ര കാലം ഈ യുദ്ധം നീണ്ടു നിൽക്കും, ഈ യുദ്ധത്തിൽ എന്ത് സംഭവിക്കും, ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും എങ്ങനെയാണ് ഈ രാജ്യങ്ങളിൽ വീഴുന്നത്. ഇതുവരെ അവർക്കൊക്കെ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം പൂർണ്ണമായും ഇതിനെ പ്രതിരോധിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയുമെന്നാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു സുരക്ഷാ വലയത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ, ഖത്തറടക്കമുള്ള രാജ്യങ്ങൾ. എന്നാൽ എങ്ങനെയാണ് പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിന് കിട്ടുന്ന വിശദീകരണം യഥാർത്ഥത്തിൽ ഒരുമാതിരി എല്ലാ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കുന്നുണ്ട്. ഇവയുടെ അവശിഷ്ടങ്ങൾ, അതായത് വലിയ ഡ്രോണുകളും മിസൈലുകളും തകർക്കുമ്പോൾ ഇവയുടെ അവശിഷ്ടങ്ങൾ വന്നാണ് തീപിടിക്കുന്നത്, അഗ്നിബാധ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ആൾനാശമില്ലാത്തത് എന്നാണ് വിശദീകരണം. എന്നാൽ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ആശങ്കയിലാണ്. എന്തു സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കാർക്കും ഇല്ല എന്നതാണ്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം, ഇന്നലെ രാവിലെ ഉണ്ടായതിനു ശേഷം രാത്രി മുഴുവൻ ഈ ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു.
ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ പിക്ചർ നമുക്കിപ്പോഴും പുറത്തു വന്നിട്ടില്ല. ഇറാനിലേക്ക് മാധ്യമ സംഘങ്ങളെ കഴിഞ്ഞ കുറേ കാലമായി നിരോധിച്ചിരുന്നു, വിലക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ വന്നു വീഴുന്ന മിസൈലുകളുടെയും ബോംബുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ എക്സാക്ട്ലി എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് ആർക്കും നിശ്ചയമായി പറയാൻ പറ്റില്ലാത്ത അവസ്ഥയുണ്ട്. UAE തലസ്ഥാനമായ അബുദാബിയിലും ദുബായിലും മിസൈലുകൾ വീണിട്ടുണ്ട്. മിസൈലുകളാണോ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും അവശിഷ്ടങ്ങളാണോ എന്നറിയില്ല. ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്കറിയാം, ലോകത്ത് ഏറ്റവും തിരക്കേറിയ എയർപോർട്ടുകളിൽ ഒന്നാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. എമിറേറ്റ്സ് ദുബായ് ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത്. ഈ ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു ടെർമിനലിൽ ഇന്നലെ ഇറാനിൽ നിന്ന് അയച്ച ഒരു മിസൈൽ വീണു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ 4 പേർക്ക് പരിക്കേറ്റു എന്ന് ഔദ്യോഗികമായി എയർപോർട്ട് അധികാരികൾ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്ന ദൃശ്യങ്ങൾ കാണാം. എന്ന് മാത്രമല്ല, ദുബായ് എയർപോർട്ട് പൂർണ്ണമായും അടച്ചു. ഒരു വിമാനം പോലും അങ്ങോട്ട് വരുന്നുമില്ല, ഒരു വിമാനം പോലും അവിടെ നിന്ന് പോകുന്നുമില്ല. എന്നാൽ ആയിരക്കണക്കിന് മനുഷ്യർ ആ വിമാനത്താവളത്തിൽ കുടുങ്ങിയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് ഒഴിപ്പിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. മലയാളികൾ അടക്കമുള്ളവരുണ്ട്. ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്ന എമിറേറ്റ്സിനെയാണ്. എമിറേറ്റ്സ് ദുബായ് കേന്ദ്രീകരിച്ചാണ് സർവീസ് നടത്തുന്നത്. അവിടേക്കുള്ള എല്ലാ വിമാന സർവീസുകളും റദ്ദു ചെയ്തിരിക്കുന്നു. വന്ന വിമാനങ്ങൾ പലതും തിരിച്ചു പോയിരിക്കുന്നു. ഇതാണ് ദുബായിയുടെ അവസ്ഥ. എന്ന് മാത്രമല്ല, ദുബായിലെ ഏറ്റവും പ്രസിദ്ധമായ 2 ഹോട്ടലുകളിൽ തീ പടരുന്ന ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു കണ്ടു. 2 5-നക്ഷത്ര ഹോട്ടലുകളാണ്. അവയിലേക്ക് മിസൈലുകളോ ഡ്രോണുകളോ നിലംപതിച്ചതാണോ, അതോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രോണുകൾ വീണതാണോ എന്നറിയില്ല. ഇവയൊന്നും പൂർണ്ണമായി നശിച്ചിട്ടില്ല. അവയൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെയെല്ലാം അതിഥികളുണ്ട്, അതും വിദേശ അതിഥികളടക്കമുള്ളവർ. അവിടെ തീ പടരുന്ന ദൃശ്യം പുറത്ത് കാണാം. നമ്മൾ ദുബായിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും കാണുന്ന ഒരു ചിത്രമുണ്ട്. ഒരു ഹോട്ടലിൽ, ഒരു 5-നക്ഷത്ര ഹോട്ടലിൻ്റെ ചിത്രമുണ്ട്, ബുർജ് അൽ അറബ്. ഈ ഹോട്ടലിൽ തീ പടരുന്ന ദൃശ്യമാണിത്. വളരെ വേഗത്തിൽ, ശബ്ദത്തെക്കാൾ 5 ഇരട്ടി വേഗതയിൽ ഒരു ഓബ്ജക്റ്റ് പറക്കുന്നതും അവിടെ തീഗോളമായി മാറുന്നതും ഇവിടേക്ക് വീഴുന്നതും കാണാം. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് അറിയില്ല. എന്നാൽ ബുർജ് അൽ അറബ് ഹോട്ടലിന് തീ പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതുപോലെ തന്നെ ദുബായിലെ ഏറ്റവും പ്രസിദ്ധമായ 5-നക്ഷത്ര ഹോട്ടലാണ്. ഏതാണ്ട് 30-35 രൂപ കൊടുത്താൽ മാത്രമേ ഒരു രാത്രിയിൽ താമസിക്കാൻ പറ്റൂ. എയർപോർട്ടിൽ നിന്ന് അരമണിക്കൂർ മാത്രം അകലെയുള്ള ഏറ്റവും പ്രസിദ്ധമായ മറ്റൊരു ഹോട്ടലാണ് പാം ജുമൈറ ഫെയർമൗണ്ട് ഹോട്ടൽ. ആ ഹോട്ടലിന് മുമ്പിൽ മിസൈലുകൾ പതിക്കുന്നതും തീ പടരുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ ആദ്യം തന്നെ അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു മിസൈൽ പതിച്ചിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്ന് ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ആരാണ് കൊല്ലപ്പെട്ടതെന്ന് വിശദാംശങ്ങളും പുറത്തു വന്നിട്ടില്ല. ഒരാൾ അവിടെ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റെന്ന് സ്ഥിരീകരിച്ചു. അതായത് UAE ഏറ്റവും പ്രധാനപ്പെട്ട 2 നഗരങ്ങളിലും മിസൈലുകൾ വീണിരിക്കുന്നു. ആളുകൾക്ക് അലേർട്ട് കൊടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ്. കുവൈറ്റിലെയും ഖത്തറിലെയും ബഹ്റൈനിലെയും സ്ഥിതി. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിലും മിസൈൽ വീണു. ചിലർക്ക് പരിക്കുണ്ട് എന്ന് പറയുമ്പോഴും അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് ധാരണയില്ല. ഖത്തർ നമുക്കറിയാം, അമേരിക്കയിലെ ഏറ്റവും വലിയ വ്യോമതാവളമുള്ള രാജ്യമാണ്. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലും ഈ വ്യോമതാവളത്തിലേക്ക് തന്നെ ഇറാൻ മിസൈൽ അയച്ചു എന്നാണ് റിപ്പോർട്ട്. അനേകം മിസൈലുകളും ഡ്രോണുകളും ഖത്തറിന്റെ ആകാശത്തുകൂടി പറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അവയിൽ പലതും നിർവീര്യമാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എത്ര ശക്തമായി ഇത് ബാധിച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് തെളിവില്ല. ബഹ്റൈൻ എന്ന കൊച്ചു രാജ്യത്ത് നിന്ന് അനേകം മലയാളികൾ എന്നെ ബന്ധപ്പെട്ടു. ബഹ്റൈൻ ആകാശത്തെ ദൃശ്യങ്ങൾ വീഡിയോ കോളിലൂടെ എന്നെ കാണിച്ചു തന്നു. ആകാശത്തുകൂടി മിസൈലുകൾ പായുന്നത് കാണാം. ബഹ്റൈനിലേക്ക് പോലെ ആയിരിക്കണം നിർബന്ധമില്ല, അതൊരു ഇസ്രായേലിലേക്ക് പോകുന്നതാവാം. പലതും തകരുന്ന ദൃശ്യങ്ങൾ കാണാം, പലതും കടന്നു പോകുന്നത് കാണാം. ബഹ്റൈനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ മിലിറ്ററി ആസ്ഥാനത്ത് ഉഗ്രസ്ഫോടനമുണ്ടായി. അവിടേക്ക് നിപതിച്ചു എന്നാണ് റിപ്പോർട്ട്. അവിടെ നിന്ന് വലിയ പുകച്ചുരുളുകൾ ഉയർന്നു വരുന്നത് ഞാൻ വീഡിയോ കോളിലൂടെ കണ്ടു. എന്നാൽ ഒരു വിവരവും പുറത്തേക്ക് പറയരുതേ, ഒരു തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടരുത് എന്ന് നിർദ്ദേശമുള്ളത് കൊണ്ട് ഈ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നില്ല. മനാമയിലെ ബഹുനില മന്ദിരമായ ഇറാൻ വ്യൂ ടവർ ഏറ്റവും പ്രധാനപ്പെട്ട ടവറാണ്. ആ വ്യൂ ടവറിൻ്റെ അവിടെയും സ്ഫോടന ശബ്ദവും അവിടെയും തീ പടരുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അതിന് നേരെയും ആക്രമണമുണ്ട്. എന്തിനേറെ ബുർജ് ഖലീഫയ്ക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. റിയാദിലേക്കും ആക്രമണമുണ്ടായി എന്ന് റിപ്പോർട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ മുഴുവൻ ഇപ്പോൾ ഈ ഇറാൻ്റെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. അവരൊക്കെ ആശങ്കയോടുകൂടി എന്തു ചെയ്യുമെന്നറിയാതിരിക്കാൻ കാത്തിരിക്കുന്നു. എങ്ങനെയാണ് യുദ്ധം മുമ്പോട്ട് പോകുന്നത്, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നതിനെക്കുറിച്ച് ഇവർക്കാർക്കും കൃത്യമായ ധാരണയില്ല എന്നതാണ് വാസ്തവം. യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മലയാളികൾ അടക്കമുള്ളവർ ആശങ്കയുടെ മുൾമുനയിലാണ്. എന്ത് കാരണത്താലാണ് യുദ്ധം നടക്കുന്നതെങ്കിലും ഇത് ആരെയും ആശ്വസിപ്പിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് എത്രയും വേഗം സമാധാനം തിരിച്ചു കിട്ടട്ടെ, എത്രയും വേഗം പ്രശ്നം പരിഹരിക്കട്ടെ എന്നാണ്. അമേരിക്ക പറയുന്നു, പക്ഷേ ഇറാൻ ഭരണകൂടത്തെ വീഴ്ത്താതെ, അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന്.
എന്തായാലും ലോകം പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. നമുക്കും പ്രാർത്ഥിക്കാം എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാൻ, നിരപരാധികളെ മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഒഴിവാകാൻ.